28-ാം തീയതി, അതായത് വരുന്ന 28 ജനുവരി 28-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു ദിവസമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഞാനത് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്നലെ തിരുവല്ലയിലെ സെഷൻസ് കോടതിയുടെയും പത്തനംതിട്ട സെഷൻസ് കോടതിയുടെയും അതുപോലെ തന്നെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെയും രണ്ട് വിധികൾ വന്നു. ഒന്ന്, രാഹുലിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി 28-ന് പറയാമെന്നുള്ളതായിരുന്നു. മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് വീണ്ടും ഒരു 14 ദിവസത്തെ കൂടി രാഹുലിനെ റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവുമായിരുന്നു. ഇത് രണ്ടും പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ സന്ദർശിക്കുകയുണ്ടായി. ആ ഒരു അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടം തൻ്റെ വക്കീലിനോട്, തൻ്റെ അഭിഭാഷകനോട് ചോദിച്ചൊരു ചോദ്യമാണ്, ജാമ്യം ലഭിച്ചില്ലെങ്കിൽ തനിക്ക് മത്സരിക്കുന്നതിന് വല്ല നിയമ തടസ്സങ്ങളുമുണ്ടോ എന്നുള്ള ചോദ്യം. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ 28-ാം തീയതി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം ഞാനത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, രാഹുലിൻ്റെ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് രാഹുലിൻ്റെ മനസ്സിലുള്ള ഒരു ആശങ്കയ്ക്ക് പുറത്താണ്. ഈ ആശങ്ക ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, 1ഉം 2ഉം പരാതികൾ അവിടെ നിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പത്തനംതിട്ട സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി 28-ന് പറയുന്നത്. ഒന്നത്. ഇനി ഒന്നാമത്തെ പരാതിയിൽ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ, ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ നോട്ട് ടു അറസ്റ്റാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതിലും 28-ാം തീയതി ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പരാതി, ആ രണ്ടാമത്തെ പരാതിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു. ഈ ജാമ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, ആ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഇതും ഈ 28-ന് തന്നെ ആ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി ആ 28-ന് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റുകയാണെങ്കിൽ മേ ബി അങ്ങനെ തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ 28-ന് അതിലും ഒരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം 28-ന് ഇപ്പോൾ പത്തനംതിട്ട സെഷൻസ് കോടതി, ജില്ലാ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതി, അത് അവിടെ മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചാലും 1ഉം 2ഉം പരാതികളിൽ ഹൈക്കോടതിയിൽ എന്തുണ്ടാകുമെന്നുള്ളത് വളരെ നിർണായകമാണ്. ഹൈക്കോടതിയിൽ ഒന്നാമത്തെ പരാതിയിൽ രാഹുലിൻ്റെ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. രണ്ടാമത്തെ പരാതി പ്രകാരം രാഹുലിന് ജാമ്യം നൽകിയത് റദ്ദ് ചെയ്യണമെന്നുള്ള സർക്കാരിൻ്റെ അപേക്ഷയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഈ 2ലും 3ലും എന്ത് സംഭവിക്കുമെന്നുള്ളത് അതിനിർണായകമാണ്. ഇനിയിപ്പോൾ മൂന്നാമത്തത്, അതായത് രാഹുൽ മാങ്കൂട്ടം ജയിലിൽ കിടക്കുന്ന മൂന്നാമത്തെ കേസ്, അതിൽ ജാമ്യം ലഭിച്ചാൽ പോലും 1ഉം 2ഉം പരാതികളിൽ എന്തെങ്കിലും രീതിയിലുള്ള തിരിച്ചടികൾ എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തേതിൽ ജാമ്യം നിഷേധിക്കുക അല്ലെങ്കിൽ റദ്ദ് ചെയ്യപ്പെടുക, ഒന്നാമത്തേതിൽ ജാമ്യം നിഷേധിക്കുക ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ രാഹുൽ വീണ്ടും റിമാൻഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. മേ ബി കസ്റ്റഡികൾ ഉണ്ടാവും. കാരണം മൂന്നാമത്തെ പരാതിയിൽ ഇപ്പോൾ തെളിവെടുപ്പൊക്കെ നടത്തി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തേതിലും രണ്ടാമത്തേതിലും തെളിവെടുപ്പുകൾ വേണ്ടി വരും, ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും, ചോദ്യങ്ങൾ ഉണ്ടാകും രാഹുലിനോട്. അപ്പോൾ ആ അത്തരത്തിൽ കസ്റ്റഡി ആവശ്യമുണ്ടാവും. അതൊക്കെ സംഭവിച്ചേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് 28 എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ആശങ്ക തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു ചോദ്യം തൻ്റെ അഭിഭാഷകരോട് ചോദിക്കാനുണ്ടായ കാരണമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കണക്ക് കൂട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്വാഭാവിക ചോദ്യത്തിൻ്റെ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എങ്ങനെ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കുന്നതിന് തടസ്സമുണ്ടോ, നിയമ തടസ്സങ്ങളുണ്ടോ എന്നുള്ളൊരു ചോദ്യം തൻ്റെ അഭിഭാഷകരോട് രാഹുൽ ചോദിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ രാഹുലിൻ്റെ മനസ്സിൽ എന്തോ ഒരു ആശങ്ക, കാരണം തന്നെ പെടുത്തുമോ എന്നുള്ളൊരാശങ്ക. അപ്പം അതാണല്ലോ ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി വന്നു. PT കുഞ്ഞുമുഹമ്മദ് മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയിൽ പോയി. കോടതി മുൻകൂർ ജാമ്യം നൽകി. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ മേൽക്കോടതികളിലോ ഹൈക്കോടതികളിലോ എവിടെയും ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ എവിടെയും പോകുന്നത് നമ്മൾ കണ്ടില്ല. മറിച്ച്
ആ പരാതിക്കാരിയെ സമീപിച്ചുകൊണ്ട് CPM-ന്റെ സഖാക്കളായിട്ടുള്ള നേതാക്കന്മാർ പരാതിയെ ഒതുക്കി തീർക്കുവാനും കോംപ്രമൈസ് ഉണ്ടാക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ടും നമ്മൾ അറിഞ്ഞു. ഇത് ഒക്കെ പരാതിക്കാരി തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മുകേഷിൻ്റെ കാര്യത്തിൽ മുകേഷ് MLA ആയിരിക്കുമ്പോഴാണ് മുകേഷിനെതിരെ പരാതി വരുന്നത്, കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നത്, മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ കോടതികളിൽ പോകുന്നതും നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ആശങ്കയുണ്ടാവുമെന്നുള്ളതാണ്. ആ ആശങ്ക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സർക്കാർ രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോകുന്നു, മൂന്നാമത്തെ പരാതി ഉണ്ടാക്കുന്നു, അതിൽ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നു, തന്നെ കസ്റ്റഡിയിൽ വിടുന്നു, അറസ്റ്റിലേക്ക് പോകുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ആശങ്കകൾ ഉണ്ടാകും. ആ ആശങ്കകൾ തന്നെയായിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശങ്ക തൻ്റെ അഭിഭാഷകനുമായി പങ്കുവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു അജണ്ട പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അയാൾക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ബോധ്യങ്ങളിൽ നിന്നാവണം ഇയാളുടെ ഈ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ അജണ്ടകൾ തന്നെ പൂട്ടണം, തന്നെ അകത്തിടണം, അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ കേസിൽ നാളെ പത്തനംതിട്ട 28-ന്, നാളെ എന്ന് പറയുമ്പോൾ 28-ന് പത്തനംതിട്ട ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചാലും 1ഉം 2ഉം പരാതികൾ ഒന്നിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട്, പക്ഷേ അത് റദ്ദ് ചെയ്യണമെന്ന് പറയുന്നത് സർക്കാർ കോടതിയിൽ പോയിട്ടുണ്ട്. ഒന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇപ്പോഴും വിധി വന്നിട്ടുമില്ല. അപ്പോൾ ഈ 3 സാഹചര്യങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ദിവസമാണ് 28 എന്ന് പറയുന്നത്. അവിടെ വളരെ നിർണായകമാകും. കാരണം മൂന്നാമത്തെ കേസിൽ ഇനി ജാമ്യം അനുവദിച്ചാൽ പോലും രാഹുലിൻ്റെ 1ഉം 2ഉം കേസുകളിൽ അന്ന് കോടതി എന്ത് പറയുന്നു എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ടതായിട്ട് മാറുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്ക തന്നെയാണ്. കാരണം തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്ക. കാരണം വലിയ ഒരു സംഘം മറുപുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അവരെയൊക്കെ മറികടന്നുകൊണ്ട് വേണം ഈ കോടതിയിൽ തനിക്ക് അനുകൂലമാകുന്ന ഒരു വിധി നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങളത് ഞാൻ പറയുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, മൂന്നാമത്തെ കേസിലാണെങ്കിലും 1ഉം 2ലും ഒക്കെ ആണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുലിനെതിരെ വളരെ വ്യക്തമായ പ്ലാനോട് കൂടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കോടതികളിൽ സമർപ്പിക്കുന്ന പല റിപ്പോർട്ടുകളിലും അല്ലെങ്കിൽ കേസ് ഡയറിയിലുമൊക്കെ നിരന്തരമായ വ്യാജങ്ങൾ എഴുതി പിടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പത്തനംതിട്ടയിലെ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ നമ്മൾ കണ്ടതാണ്. കാരണം പ്രോസിക്യൂഷൻ്റെ വാദം എന്തായിരുന്നു? പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത് രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ്, രാഹുൽ ക്രൂരനാണ്, അയാൾ പുറത്തിറങ്ങിയാൽ പരാതിക്കാരിയെ സ്വാധീനിക്കും, തെളിവുകൾ നശിപ്പിക്കും, അതിനൊപ്പം നഗ്ന വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്, അത് പുറത്തേക്ക് വിടും, അതൊക്കെ രീതിയിൽ വലിയ പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ രാഹുലിനെ ഒരു വലിയ ക്രിമിനലാക്കുവാനുള്ള ഒരു തന്ത്രം മറുപുറത്ത് ഇങ്ങനെ മെനഞ്ഞ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടം അയാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അയാൾക്ക് വലിയ ആശങ്ക തന്നെയാണ്. കാരണം അയാൾ തയ്യാറെടുത്തതും അയാൾ പ്രവർത്തിച്ചതും ഒക്കെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിർത്തിയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് ഈ നിയമ തടസ്സങ്ങൾ മൂലം മത്സരിക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ, സാധിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി, ഈ അറസ്റ്റിനേക്കാളും വലിയ തിരിച്ചടിയാകുമെന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. അല്ലേ? അറസ്റ്റ് ഇപ്പോൾ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അറസ്റ്റ് അയാൾക്ക് യാതൊരു വിധത്തിലും തിരിച്ചടികൾ ഉണ്ടാക്കിയിട്ടില്ല. അറസ്റ്റ് അയാൾക്ക് അനുകൂലമാകുന്ന പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻറ്റേജായി മാറുന്ന ഒരു നടപടിയായിരുന്നു അയാളുടെ ലൈഫിലെ ഈ അറസ്റ്റ് എന്ന് പറയുന്നത്. കാരണം രാഹുൽ മുമ്പും പല സമരങ്ങളുടെയും ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതുപോലെയല്ല. ഈ വേട്ടയാടലിനെതിരെ ജനം ഒന്നിച്ച് മുന്നിൽ വരുന്നതും സ്ത്രീ സമൂഹങ്ങളിൽ പെടുന്ന മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നതുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കലും തിരിച്ചടിയല്ല എന്നുള്ളതാണ്. പക്ഷേ
ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടി തന്നെയാണ്. കാരണം വളരെ ക്രൂഷ്യൽ മൊമെൻറ്റിലാണ് രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അയാൾക്ക് വലിയ രീതിയിൽ മണ്ഡലത്തിൽ സജീവ പ്രവർത്തനങ്ങൾ, സജീവ ഇടപെടലുകൾ നടത്തേണ്ട സമയത്താണ് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 14 ദിവസം കഴിഞ്ഞു, 15 ദിവസത്തേക്ക് കടക്കുന്നു അയാളുടെ ജയിൽവാസം, മണ്ഡലത്തിലില്ലാത്ത ദിവസങ്ങൾ. അപ്പോൾ ഇതൊക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ അർത്ഥത്തിൽ തിരിച്ചടികൾ തന്നെയാണ്. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ത്രാണിയുള്ള, ക്യാപ്പബിലിറ്റിയുള്ള ഒരു വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായിട്ട് പാലക്കാട്ട് മത്സരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനുള്ള കാരണവും, അല്ലേ? അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ജയിൽവാസം പുറത്തിറങ്ങാൻ പറ്റാതെയായി കഴിഞ്ഞാൽ, അതിങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ, കാരണം ഇനിയിപ്പോൾ പത്തനംതിട്ട സെഷൻസ് കോടതി ഇത് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ രാഹുലിന് പോകാനുള്ളത് അടുത്തത് ഹൈക്കോടതിയിലേക്കാണ്. അപ്പോൾ അവിടെയും ഈ നടപടിക്രമങ്ങളും സമയക്രമങ്ങളും ഒക്കെ പാലിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വീണ്ടും കുറച്ചധികം ദിവസങ്ങൾ കൂടി ഈ ജയിൽവാസം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നഷ്ടമാകുന്നത് അയാൾ മണ്ഡലത്തിൽ ചിലവഴിക്കേണ്ട അയാളുടെ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ തരത്തിൽ അയാളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുതന്നെയായിരിക്കും മേ ബി ഇങ്ങനെ ഒരു ആശങ്ക രാഹുൽ മാങ്കൂട്ടം തൻ്റെ അഭിഭാഷകനുമായി പങ്കുവെക്കാനുണ്ടായ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്.